എൻ്റെ ഇഷ്ടപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ മൈസൂരു ജംഗ്ഷൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് പോകാൻ പോകുന്നത്, നമ്മൾ തുടർച്ചയായിട്ട് 3ാമത്തെ വർഷമാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത്. തലകുപ്പ, നമ്മുടെ കർണാടകയിലെ ഷിമോഗയ്ക്കടുത്തുള്ള ജോഗ് വെള്ളച്ചാട്ടത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ് തലകുപ്പ എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് അവിടുത്തെ പ്രകൃതിയും സംഭവങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ട് എനിക്ക് എല്ലാ വർഷവും അങ്ങോട്ട് പോകാനുള്ളൊരു എന്താ പറയുക, ഒരു ഉൾവിളി എന്നൊക്കെ പറയത്തില്ല, അതേപോലെയൊക്കെ പറയാം. അപ്പോൾ നമ്മൾ തുടർച്ചയായ 3ാമത്തെ വർഷം ഇപ്പം തലകുപ്പയിലേക്ക് പോവാണ്. തലകുപ്പ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ കഴിഞ്ഞ 2 വർഷമായിട്ട് കാണുന്ന ആൾക്കാർക്കറിയാം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ്. ആദ്യം ഫസ്റ്റ് ടൈം പോയപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഇലക്ട്രിഫിക്കേഷനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആ റൂട്ടിൽ ഭംഗിയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. എന്നാലും മഴ പെയ്യുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് മൈസൂരു തലകുപ്പ എക്സ്പ്രസ് ആണ്. ട്രെയിൻ നമ്പർ 16227. നമ്മൾ സാറിന് ഈ വണ്ടിക്ക് എപ്പോഴും ബാംഗ്ലൂരിൽ നിന്നാണ് കയറുന്നത്, പക്ഷേ ഇന്ന് നമ്മൾ മൈസൂരിൽ നിന്നാണ് കയറുന്നത്. end to end ആണ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തലകുപ്പ എക്സ്പ്രസ് എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. 7:40 വിടുന്ന വണ്ടിയാണ്. ഇപ്പോൾ ഇവിടെ മറ്റേ മൈസൂർ തൂത്തുക്കുടി എക്സ്പ്രസ് ഇവിടെ പ്ലാറ്റ്ഫോം 1 ഇപ്പോൾ വിടും. പക്ഷേ റേക്ക് വന്നിട്ടില്ല കേട്ടോ. 6:20 വിടേണ്ടതാണ്, പക്ഷേ 6 മണിയായിട്ട് റേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഇനി എപ്പോൾ വരും, എവിടെ വരുമെന്നൊന്നും അറിയത്തില്ല, ഒന്നും കാണിക്കുന്നില്ല ഇതിനായിട്ട്. ഞാൻ നിങ്ങളെ ലോക്കോ കാണിക്കാവേ. ഇത് ഹൂബ്ലിയുടെ ഒരു WP7 ആണ്. ഈ വണ്ടി ഹംപി എക്സ്പ്രസ് ആണ്, അതായത് മൈസൂരിൽ നിന്ന് ഗുണ്ടക്കിൽ വഴി ഹൂബ്ലിക്ക് പോകുന്ന ഹംപി എക്സ്പ്രസ്. ഈ ലോക്കോയുടെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നുണ്ടോ, ഭദ്ര എന്നും പറഞ്ഞുണ്ട്. അതായത് ഈ WP7 ആണ് ഹൂബ്ലി ലോക്കോ ഷീറ്റിന് ഇടുന്ന ഫസ്റ്റ് WP7. അപ്പോൾ അവർക്ക് ആദ്യമായിട്ട് കിട്ടിയതുകൊണ്ട് അവരൊരു പേര് ഇതിന് കൊടുത്തു, ഭദ്ര. അപ്പം ഭദ്ര എന്ന പേരുള്ള ഒരു WP7 ആണ് ഇന്ന് ഈ ഹംപി എക്സ്പ്രസിനെ കൊണ്ടുപോകുന്നത് കേട്ടോ, ഹൂബ്ലി വരെ. നമ്മുടെ തലകുപ്പ എക്സ്പ്രസ് ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 5 വിടുമെന്ന് പറഞ്ഞ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കോച്ച് പൊസിഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിക്ക് കുറേ റേറ്റ് ഷെയറിംഗ് ഉണ്ട്. ഇത് ചാമരാജനഗറൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ചാമരാജനഗറിൽ മൈസൂർ വരുന്ന ഒരു പാസഞ്ചർ 7 മണിക്ക് ഇവിടെ എത്തും. 7 മണി 7:10 എത്തും. ആ റേറ്റ് ആണെന്ന് തോന്നുന്നു മൈസൂരു തലകുപ്പയായിട്ട് പോകുന്നത്. കറക്റ്റ് അറിയത്തില്ല എനിക്ക് അതിൻ്റെ റേറ്റ് ഷെയറിംഗ് എങ്ങനെയാണെന്ന്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വേറെ MT റേക്ക് വരും. ആ പാസഞ്ചറിൻ്റെ ആണെങ്കിൽ ഇവിടെ വരും, 7 മണി ഇനി വരും. 7:40 നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലീപ്പറാണ് പോകുന്നത് കേട്ടോ. ഈ ഇവിടെയൊക്കെ നമ്മൾ എപ്പോഴും സ്ലീപ്പറാണ് എടുക്കാറുള്ളത്, AC അങ്ങനെ എടുക്കാറില്ല. അവിടെ കോച്ചിൻ്റെ ഇപ്പോൾ നിന്ന് പയ്യെ ഒരു ICF റേക്ക് ഇറങ്ങി വരുന്നുണ്ടോ, അതായിരിക്കണം മിക്കവാറും നമ്മുടെ മൈസൂർ തലകുപ്പയുടെ റേക്ക്. ഇപ്പോൾ മറ്റേ പാസഞ്ചറിൻ്റെ റേക്ക് ആയിരിക്കത്തില്ല കേട്ടോ. നമ്മുടെ തലകുപ്പ എക്സ്പ്രസിൻ്റെ റേക്ക് വേണ്ട റിവേഴ്സ് അടിച്ചുകൊണ്ട് വരുവാണ്. നമ്മുടെ കോച്ച് ഏകദേശം നടുക്കായിട്ട് ഒരു S3-ലാണേ. അപ്പോൾ ICF റേക്കാണ്. ഇതും മിക്കവാറും വൈകാതെ LHB ആവുമായിരിക്കും, കാരണം ഇവിടുത്തെ വണ്ടികളെല്ലാം ഇപ്പോൾ LHB ആയി വരുവാണ്. സാധാരണ ഇൻ്റർസിറ്റി ട്രെയിനുള്ളവരെ LHB ആയി വരുവാണ്. അപ്പോൾ ഇതും ഉടനെ LHB ആവുമായിരിക്കും. ഇതിന് കുറേ റേക്ക് ഷെയറിംഗ് ഉണ്ടേ. ഇത് കണ്ടോ, ഇത് കന്നഡയാണല്ലോ. കുറേ ഉണ്ട് ഇതിന്. മറ്റേ ചാമരാജനഗർ തിരുപ്പതിയൊക്കെ ആയിട്ട് റേക്കൊക്കെ പോകും കേട്ടോ. മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. ഇതിന് 10 സ്ലീപ്പർ കൂടാതെ ഒരു എക്സ്ട്രാ സ്ലീപ്പറും ഉണ്ട് ഏറ്റവും ഫ്രണ്ടിൽ. അപ്പോൾ മൊത്തം 11 സ്ലീപ്പറുള്ളൊരു വലിയ വണ്ടിയാണ്. പിന്നെ അതുകൂടാതെ AC കുറച്ചേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കോച്ച്. നല്ല പഴഞ്ചൻ കോച്ചല്ല, ഫുള്ള് പൊടിയാണ് കേട്ടോ. 2010 ഉണ്ടാക്കിയ ഒരു സ്ലീപ്പർ കോച്ചാണ് S3. ഇതിലാണ് നമ്മുടെ ബർത്ത് ഉള്ളത്. സൈഡ് ലോവറാണ് 15. നമുക്ക് ലോക്കോ കാണിച്ചിട്ട് എന്തായാലും അകത്ത് കയറാം കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് അറിയത്തില്ല, കഴിഞ്ഞ കൊല്ലം ഈ വണ്ടിക്ക് ഞാൻ തലകുപ്പയിട്ട് ബാംഗ്ലൂർ ഇടാനടുത്ത് ഈ വണ്ടിയുടെ ഫസ്റ്റ് AC-യിലേക്ക് എനിക്ക് അപ്ഗ്രേഡ് കിട്ടിയായിരുന്നു, ഫ്രീ ആയിട്ട്, ഓട്ടോ അപ്ഗ്രേഡേഷൻ. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. ഈ വണ്ടിക്കാണ് എനിക്ക് ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ അപ്ഗ്രേഡ് കിട്ടുന്നത്. ഇതിൻ്റെ മുന്നിലത്തെ ഒരു ജനറൽ കോച്ച് കണ്ടോ, അതുകൊണ്ട് സ്ലീപ്പർ കോച്ച് എടുത്ത് കൊടുത്തേക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ ലോക്കോ കണ്ടോ, ഒരു സ്പെഷ്യൽ ലോക്കോ ആണ്. നമ്മുടെ ഇന്ത്യൻ പതാകയുടെ ലിവറിയിലുള്ള ട്രൈ കളർ WP7. അതെന്തായാലും പൊളിച്ചു കേട്ടോ. കൃഷ്ണരാജപുരത്തിൻ്റെ 39140. ഈ ലോക്കോ മിക്കവാറും നമ്മുടെ ഐലൻഡ് എക്സ്പ്രസിൻ്റെ വരാറുണ്ട് കന്യാകുമാരിക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ. ഇതിനാണ് നമ്മളെ തലകുപ്പ് വരെ കൊണ്ടുപോകുന്നത്. നമ്മുടെ ലോക്കോ താണ്ട് റെഡി ആയിട്ടുണ്ട്. ലോക്കോയ്ക്കകത്ത് ക്രൂവും കയറിയിട്ടുണ്ട്. ആ ക്രൂവിൽ അസിസ്റ്റൻറ്റ് ലോക്കോ ഇപ്പോൾ ഇല്ല, അതൊരു ചേച്ചിയാണ്. ആ ചേച്ചി മലയാളി ചേച്ചിയാണ്. ആ ചേച്ചി എന്നെ കണ്ട് മിണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ അർസികരെ വരെ ഓടിക്കുന്നതെന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ നല്ല കിടിലൻ ലോക്കമാണ് നമ്മുടെ വണ്ടിക്ക് എത്തണം കേട്ടോ. ട്രൈ കളർ ലിവറിയിലുള്ളൊരു കിടിലൻ P7 അല്ലേ. നമ്മൾ ആദ്യം ഈ വണ്ടിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇതിന് ഡീസൽ ലോക്കോ ആയിരുന്നു കേട്ടോ. പിന്നെ ആ റൂട്ട് ഇലക്ട്രിഫൈ ആയപ്പോഴേക്കും ഇതിന് ഇലക്ട്രിക് ലോക്കമാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നല്ല കിടിലൻ ലോക്കോ. ഇടയ്ക്ക് ലോക്കോ ഇഷ്ടപ്പെട്ടു അവിടെ. ഈ ലോക്കോ മിക്കവാറും ഐലൻഡിന് നമ്മുടെ അവിടെ വരാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 39140 എന്നാണ് ഈ ലോക്കോയുടെ നമ്പർ. തന്നെ അപ്പുറത്തോടെ ഒരു ഡീസൽ പോകുന്നുണ്ട്, 40545. അപ്പോൾ നമുക്കിനി കോച്ചിൽ പോയി കയറാം. വണ്ടി വിടാൻ ഇനി 8 മിനിറ്റും കൂടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ കോച്ചിനെ കാണിക്കാം.
എൻ്റെ സൈഡ് ലോവർ ബർത്താണ്, 15ആണ്. കോച്ച് വലിയ കുഴപ്പമില്ല, ഓക്കെ എന്ന് പറയാം, അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്. നമ്മുടെ അഭിഷേക് ബ്രോ ഉണ്ട് ഇവിടെ. അഭിഷേക് ബ്രോ മൈസൂരുള്ളതാണ്, നമ്മുടെ ഒരു ഫ്രണ്ടാണ്. പ്രത്യേകത ഭയങ്കര വണ്ടി എടുപ്പിച്ചുകൊണ്ടൊക്കെ വരുന്നത് ഏതാണ്. ഇതൊരു പാസഞ്ചറാണ് കേട്ടോ, മറ്റേ ചാമരാജ് നഗർ മൈസൂർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ആ വണ്ടിയാണിത്. അത് കയറി വന്നു. നമ്മളിപ്പോൾ ഒരു 8 മിനിറ്റ് വിടും കേട്ടോ. കൃത്യസമയത്ത് തന്നെ നമ്മുടെ തലകുപ്പ എക്സ്പ്രസ് അങ്ങനെ മൈസൂർ ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. 7:40. ഇത് 11 മണി റേഞ്ചിനാണ് ഇത് KSR ബാംഗ്ലൂരിൽ എത്തുന്നത്. അതിനിടയ്ക്ക് ഒരുപാട് സ്റ്റോപ്പുണ്ട്, കാരണം ഇതൊരു പാസഞ്ചർ മാതിരി ഒരു വണ്ടിയാണ്. അത്യാവശ്യം സ്റ്റോപ്പൊക്കെ ഉള്ള വണ്ടിയാണ്, നല്ല ഡിമാൻഡുള്ള, എന്നാൽ നല്ല പീസ്ഫുള്ളായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ തലകുപ്പ എക്സ്പ്രസ്. നമ്മളിപ്പോൾ പാണ്ഡവപുരം എന്നൊരു സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ 2ാമത്തെ സ്റ്റോപ്പാണ്. ഇതിന് 12 സ്റ്റോപ്പുണ്ട് ഇൻ ബിറ്റ്വീൻ മൈസൂർ ആൻഡ് ബാംഗ്ലൂർ. അത്രയ്ക്ക് പയ്യെ പോകുന്നൊരു വണ്ടിയാണ്, അതുകൊണ്ട് നല്ല ഡിമാൻഡുമാണ്, പക്ഷേ നല്ല കാമൻ പീസ്ഫുൾ യാത്രയുമാണ്. നമ്മുടെ തലകുപ്പ എക്സ്പ്രസ് അങ്ങനെ മാണ്ഡ്യാൻ എന്നൊരു സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇത് തന്നെ പിന്നെ മധൂറാണ് മധുർ വടയൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മാണ്ഡ്യ എത്തി. ഇവിടെ നിന്ന് കുറേ ആൾക്കാരൊക്കെ കയറി കേട്ടോ. റെയിൽവേയിൽ ജോലി ചെയ്യുന്ന മെയിനായിട്ട് നമ്മുടെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്സ് ഒക്കെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്ന് എസ്പെഷ്യലി ആ ചേച്ചി വന്ന് മിണ്ടിയപ്പോൾ അങ്ങനെ കുറേ പേരൊക്കെ വന്ന് മിണ്ടാറുണ്ട്. അവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. ബാംഗ്ലൂർ ഇതേപോലെ കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോൾ കുറേ LP ആയിട്ട് ജസ്റ്റ് അവിടെ ട്രെയിനിങ്ങിന് കയറി കുറേ മലയാളികളുണ്ടായിരുന്നു. അവർ വന്ന് മിണ്ടിയായിരുന്നു. എല്ലാവരും ചെറുപ്പക്കാരാണ്, നമ്മുടെ ഏജൊക്കെ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ദിവസം നമ്മുടെ ബാക്കിൽ വണ്ടികളൊന്നുമില്ല. ബാംഗ്ലൂർ റൂട്ടിലുള്ള കുറേ വണ്ടികളൊക്കെ ഇന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാരണം ഈ റൂട്ടിലെന്തോ, ഈ ബാംഗ്ലൂർ മൈസൂർ റൂട്ടിൽ എന്തോ വലിയ ലൈൻ ബ്ലോക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറേ മെമു ട്രെയിനും പിന്നെ കാവേരി എക്സ്പ്രസ് തന്നെ വണ്ടിയാണ് മൈസൂരിൽ നിന്ന് ചെന്നൈക്ക് പോകുന്നത്. അതൊക്കെ ഇന്ന് ഫുള്ളി ക്യാൻസൽഡാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു രാത്രി കണ്ടൊരു മെമു ഉണ്ട്, അതിന് മുന്നത്തെ ലാസ്റ്റ് വണ്ടിയാണ് ബാംഗ്ലൂർക്ക് ഇന്നത്തെ. മുന്നിലും വേറെ വണ്ടിയൊന്നുമില്ല. മുന്നിൽ നേരത്തെ ഹംപി എക്സ്പ്രസ്, അതിപ്പം ബാംഗ്ലൂർ എടുത്താറായി. അപ്പം അതിനിടയ്ക്ക് വേറെ വണ്ടിയൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മധൂർ സ്റ്റേഷൻ. ഇതുവരെയായിട്ടും മഴയുടെ ലക്ഷണമൊന്നുമില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. നമ്മൾ പോകുന്നിടത്ത് മഴ പെയ്യുകയാണെന്നാണ് വെതർ നോക്കിയപ്പോൾ കണ്ടത്. അവിടെ റെയിൻ ആണ് ഇന്നലെയും ഇന്നും ഒക്കെ. മഴ പെയ്താൽ മതി. എന്തോ ഒരു സാധനം മുന്നിലുണ്ട് കേട്ടോ, ഗുഡ്സാന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാ സ്റ്റേഷനിലും കൊണ്ട് ഇതുപോലെ ചവിട്ടുന്നുണ്ട്. എന്തെങ്കിലും ഗുഡ്സ് വല്ല ആയിരിക്കും. നമ്മുടെ തലകുപ്പ എക്സ്പ്രസ് ഇപ്പോൾ രാമനഗരം എന്നൊരു സ്റ്റേഷനിലാണ്ട് എത്തുവാണ്. രാത്രിയിലൊന്നും അധിക സ്റ്റോപ്പുകളൊന്നുമില്ല. നോർമൽ എക്സ്പ്രസ് ട്രെയിൻ നിർത്തുന്ന പോലെയൊക്കെ അങ്ങനത്തെ സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മൈസൂർ ബാംഗ്ലൂർ റൂട്ടിലാണ് കൂടുതലും ഈ വണ്ടിക്ക് സ്റ്റോപ്പുള്ളത്. ഈ ബിഡതി സ്റ്റേഷനിൽ എനിക്ക് കുറേ കാർ ക്യാരിയർ NMG ട്രെയിനൊക്കെ കാണാൻ പറ്റുമേ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മുടെ ടൊയോട്ടയുടെ പ്ലാന്റ് ഉള്ളത്. ടൊയോട്ട വണ്ടികളൊക്കെ ഉണ്ടാക്കുന്ന ഈ ബിഡതി എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് കാറൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്ന ഗുഡ്സൊക്കെയാണെന്നാണ് കിടക്കുന്നത് കേട്ടോ. ടൊയോട്ട വണ്ടികളെല്ലാം വേണ്ടി ഈ ബിഡതിയിലാണ് ഉണ്ടാക്കുന്നത്.
നമ്മളിപ്പോൾ പോയത് അജ്മീർ മൈസൂർ എക്സ്പ്രസ് ആണേ. നമ്മളിപ്പം കെങ്കേരി ഔട്ടറായി. കെങ്കേരിയിൽ നിന്ന് കുറേ ആൾക്കാരൊക്കെ കയറും കേട്ടോ. ഈ ബാംഗ്ലൂർക്ക് മുമ്പുള്ള സ്റ്റോപ്പാണ് നായന്തഹള്ളി എന്ന് പറയുന്നത്. അവിടെ നിന്ന് ബാംഗ്ലൂർ വരെ 7 കിലോമീറ്റർ ഉണ്ട്. 7 കിലോമീറ്ററിൻ്റെ 1.5 മണിക്കൂറാണ് കൊടുത്തേക്കണേ. ഇപ്പോൾ സമയം 10:30 ആവാറാവുന്നു. 11:05 ഇതിൻ്റെ ബാംഗ്ലൂർ ടൈം. നമ്മളങ്ങനെ 10:40 ആവാറായി. KSR ബംഗളൂരിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് 11:15 നമ്മുടെ വണ്ടി എടുക്കത്തുള്ളൂ കേട്ടോ. മൈസൂരിൽ നിന്ന് കയറിയ ക്രൂ ആണ്, ഓർക്കണം. അവർ വെളുപ്പിന് 1:45 വരെ വർക്ക് ചെയ്യുന്നത്. ഏകദേശം 6 മണിക്കൂറാണ് അവർ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അർസികേര വരെയാണ് മൈസൂരിൽ നിന്ന് കയറിയ ക്രൂ ഓടിക്കുന്നത്. അവിടെ നിന്ന് കയറുന്നവർ മിക്കവാറും തലകുപ്പ് വരെ ഓടിക്കും. അങ്ങനെ ആയിരിക്കും മിക്കവാറും. നിങ്ങളിപ്പോൾ ഒരു ഫ്രഷ് ലോക്കോ കണ്ടില്ലായിരുന്നോ? ഹൂബ്ലിയുടെ നല്ല പുതുപുത്തൻ മറ്റേ 4.5 സീരീസിലുള്ള ഒരു പുതുപുത്തൻ പീസാണ് കണ്ടത്. മറ്റേ ഹൂബ്ലി ജനശതാബ്ദിനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെ നിന്നും നിറയെ ആൾക്കാർ നമ്മുടെ വണ്ടി കയറാറുണ്ട്. കാരണം ഇന്ന് വീക്കെൻഡാണ്. അപ്പോൾ ഫുള്ളാണ് നമ്മുടെ വണ്ടി. നമ്മുടെ വണ്ടി ഇങ്ങനെ കറക്റ്റ് 11:15 തന്നെ ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പം മല്ലേശ്വരം, യശ്വന്ത്പൂർ, അത് കഴിഞ്ഞാൽ പിന്നെ വലിയ സ്റ്റോപ്പുകളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. വണ്ടി ഫുള്ളായിപ്പോൾ. ഇതിൽ കയറിയിരിക്കുന്ന ആൾക്കാർ ഷിമോഗ ഒക്കെ ആകുമ്പോൾ ഓൾമോസ്റ്റ് കുറേ പേരൊക്കെ ഇറങ്ങും. പിന്നെ മറ്റേ സാഗർ എന്ന സ്ഥലമുണ്ട് തലകുപ്പയ്ക്ക് മുമ്പുള്ള, അവിടെ ആകുമ്പോൾ കുറേ പേര് ഇറങ്ങുമേ. അപ്പോൾ ഗുഡ് മോർണിംഗ്. അടുത്ത ദിവസം രാവിലെ നമ്മൾ ഒരു സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ തലകുപ്പ ലൈനിൽ നമ്മൾ കയറി. അരസലു എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം മാത്രമുള്ളൊരു സ്റ്റേഷനാണ്. ഓക്കെ, അപ്പുറത്ത് ഫുള്ള് കാടൊക്കെയാണ്. ഫുള്ള് ചീടിൻ്റെ ഒച്ചയൊക്കെ ആയിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല കിടിലൻ തണുപ്പാണ് ഇവിടെ. അണുത്തിട്ട് ഇരിക്കാൻ പോയി അതുപോലെ തണുപ്പാണ്. ട്രെയിൻ നിർത്തുമ്പോൾ വലിയ കുഴപ്പമില്ല. ട്രെയിൻ പോകുമ്പോൾ തണുത്ത കാറ്റടിച്ച് ഒരു രക്ഷയില്ല കേട്ടോ. കുറച്ചുകൂടെ നേരം വെളുക്കാറുണ്ട്. നേരം വെളുത്തിട്ട് കാഴ്ചകൾ കാണിച്ചാൽ മഴയുടെ ലക്ഷണമൊന്നുമില്ല. നമുക്കിന്നും മഴയില്ല. പക്ഷേ ഇവിടുത്തെ അവസ്ഥയൊക്കെ കണ്ട് എനിക്ക് തോന്നുന്നു മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യാറുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും മഴ കിട്ടുമോ നോക്കാം. ബിരൂർ ജംഗ്ഷനിൽ നിന്നാണ് ഈ ഷിമോഗ തലകുപ്പയിലേക്കുള്ള ലൈൻ തിരിയുന്നത്. ഒറ്റ ലൈനാണ്. അപ്പോൾ സിംഗിൾ ലൈൻ പാതയാണ്. ഇപ്പോൾ നമുക്കൊരു ക്രോസിംഗ് ഒക്കെ കിട്ടും. ഒരു ക്രോസിംഗ് ഉണ്ട്. ഒരു തലകുപ്പ KSR ബംഗളൂരു ഒരു ഇൻ്റർസിറ്റി ഉണ്ട് രാവിലെ തലകുപ്പയിൽ തുടങ്ങുന്നത്. അപ്പോൾ അതുമായിട്ട് അടുത്ത സ്റ്റേഷനോ അല്ല അതിൻ്റെ അടുത്ത സ്റ്റേഷനോ വല്ല ക്രോസിംഗ് കാണും. ഈ റൂട്ടിലെ ഭംഗി എന്താണെന്ന് ചോദിച്ചാൽ ഇതേപോലെ ഭയങ്കര റൂറലായിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് ഇതേപോലെ കോട മൂടിയ മലനിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഇതേപോലെ നല്ല ഫുള്ള് പച്ചപ്പും ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചെറിയ പാടങ്ങൾ കാണാം. ഇടയ്ക്ക് നല്ല ഇതേപോലെ ഡെൻസ് ഫോറസ്റ്റ് പോലത്തെ സ്ഥലങ്ങളും കാണാൻ പറ്റും. അങ്ങനെ എല്ലാം കൂടി കലർന്ന ഒരു ലാൻഡ്സ്കേപ്പാണ് ഈ ഒരു റൂട്ടിൽ. ക്രോസിങ് ഒരെണ്ണമല്ല കേട്ടോ, 2 ക്രോസിംഗ് ഉണ്ട്. ഇപ്പം മറ്റേ തലകുപ്പ ബാംഗ്ലൂർ ഇൻ്റർസിറ്റി ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേഷനിൽ കുവംപു എക്സ്പ്രസ് എന്ന വണ്ടിയായിട്ട് ക്രോസിംഗ് ഉണ്ട്. അത് മൈസൂർ പോകുന്ന വണ്ടിയാണ്. തലകുപ്പയിൽ മൈസൂർ പോകുന്ന മറ്റേ ഹാസം വഴി.
മറ്റേത് നോർമൽ റൂട്ടാണ് ബാംഗ്ലൂർ പോകുന്നത്. അപ്പോൾ അങ്ങനെ 2 വണ്ടിയായിട്ട് ക്രോസിംഗ് ഉണ്ട് രാവിലെ. നമ്മളിത് ആനന്ദപുരം സ്റ്റേഷനിലേക്ക് കണ്ട് കയറാൻ പോവാണേ. അപ്പം മറ്റേ വണ്ടിയും ക്രോസിങ്ങിന് വേണ്ടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് കയറിയിട്ടാണ് തോന്നുന്നത് നമ്മളെ കയറ്റുന്നത്. നമ്മൾ കണ്ട് അവിടെ ഔട്ടറിൽ പിടിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഈ കർണാടകത്തിലെ ഇൻ്റർസിറ്റി ട്രെയിനുകളൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം LHB ആണ്. അപ്പോൾ ഇതും അതിൻ്റെ കൂടെ LHB ആയിട്ടുണ്ട്. ഈ തലകുപ്പ KSR ബംഗളൂരു ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റാണ് ഇത് കേട്ടോ. നല്ല അടിപൊളി കോച്ചാണ് എല്ലാം. നോക്കി ചെയർക്കാറും ഇത് മറ്റേ മെമ്മു സീറ്റ് ചെയർക്കാറാണ്. ചെയർക്കാർ AC ചെയർക്കാർ ജനറൽ എല്ലാം ഉണ്ട്. ഈ വണ്ടിക്ക് മറ്റേ റേക്ക് ഷെയറിംഗ് ഉണ്ട്. മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന വോഡയാർ സൂപ്പർ ഫാസ്റ്റുമായിട്ടും ബാംഗ്ലൂരിൽ നിന്ന് ധാർവാഡ് പോകുന്ന സിദ്ധഗംഗ സൂപ്പർ ഫാസ്റ്റുമായിട്ടും ഇതിന് റേക്ക് ഷെയറിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് LHB കിട്ടിയത്. കണ്ടാ നല്ല കിടിലൻ കോച്ചാണ് കേട്ടോ, എല്ലാം സൂപ്പർ കോച്ചാണ്. ഇവിടെ നിന്ന് ഇനി ഉടനെ ഒന്നും എടുക്കത്തില്ല, കാരണം ഇനി ഇവിടെ നിന്ന് ഇനി അടുത്ത ക്രോസിംഗ് സ്റ്റേഷനുള്ളത് സാഗര എന്ന സ്റ്റേഷനിലാണ്. അപ്പോൾ അവിടെ നിന്ന് മറ്റേ ഞാൻ പറഞ്ഞ കുവൻപു എക്സ്പ്രസ് വിട്ടു. അപ്പോൾ വിട്ട് അത് ഇവിടെ എത്താൻ വേണ്ടി 20 മിനിറ്റ് എടുക്കും. അതിൻ്റെ സമയം 6:41 ഇവിടെ. ഇപ്പോൾ സമയം 6:21. അതായത് ഇനി ഒരു 20 മിനിറ്റോട്ട് ഇവിടെ വണ്ടി കിടക്കും. അതിനൊത്ത സ്ലാക്ക് ടൈം ഇതിന് കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിക്ക്. ഈ വണ്ടിയുടെ സമയം 7:50 തലകുപ്പയിൽ. ഇപ്പോൾ സമയം 6:21 ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ തലകുപ്പം. അപ്പോൾ അതുകൊണ്ട് ഇവർ ആ ഒരു 7:30 സമയത്ത് തലകുപ്പ എത്തിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ പോസ്റ്റാണ് വണ്ടി. അപ്പോൾ ഇനി ആ കുവൻപു എക്സ്പ്രസ് കൊണ്ട് വന്നിട്ട് നമ്മൾ വിടത്തുള്ളൂ. അതുകൊണ്ട് മറ്റേ കുവൻപു എക്സ്പ്രസ്സിന് ആ വണ്ടി കൊണ്ട് വരുന്നുണ്ട്. ഈ റൂട്ടുണ്ടല്ലോ, ഈ റൂട്ട് ഷിമോഗ, തലകുപ്പ, ഈ റൂട്ടെല്ലാം വരുന്നത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂർ ഡിവിഷനിലാണ്. മൈസൂർ ഡിവിഷനാണ് ഫുള്ള്. ഈ ഭാഗമെല്ലാം മൈസൂർ ഡിവിഷനിൽ വരുന്ന സ്ഥലങ്ങളാണ്. ഈ തലകുപ്പയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രെയിൻസും എല്ലാം മൈസൂരിലേക്കുള്ള ട്രെയിൻസാണ്. വണ്ടി ഇവിടെ വന്നു. ഈ വണ്ടി കാലിയാന്ന് തോന്നുന്നു കേട്ടോ, കാരണം ഇതിലും ഫ്രണ്ടിലൊരു വണ്ടി പോയതുണ്ട്. ഇത് കാലിയാണ്. നല്ല തണുപ്പാണ്, നല്ല ക്ലൈമറ്റാണ്, നല്ല കിടിലൻ തണുപ്പാണ്. വണ്ടി മൂവ് ചെയ്യുമ്പോൾ നല്ല തണുപ്പാണ്. സൂപ്പർ ക്ലൈമറ്റാണ്. ഇനി പകലാണെന്ന് അറിയത്തില്ല, പകലിപ്പോൾ വെയിൽ വരുമായിരിക്കും.
എന്ത് പെട്ടെന്നാണ് നോക്കി ക്ലൈമറ്റ് മാറിയത്. ഇത്രയും നേരം അത്യാവശ്യം വെയിലൊക്കെ വന്ന് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ കണ്ടോ മൂടി നിൽക്കുന്ന കണ്ടോ, മൂടി നിന്ന് ചെറിയൊരു മഴക്കാറൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. മഴ പെയ്താൽ മതി. സാഗർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ എത്തിയപ്പോഴേക്കും വണ്ടിയിൽ എല്ലാവരും ഇറങ്ങി കേട്ടോ. ഇപ്പം ആരുമില്ല, ഇവിടെ ഒന്നും ആരുമില്ല. അങ്ങാട് 2-3 പേരുണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ. തലകുപ്പ് വരെ ആൾക്കാരങ്ങനെ പോകാറില്ല, വളരെ കുറവാണ്. ജോഗ് വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന ആൾക്കാർ മാത്രമേ പോകാറുള്ളൂ. ഇപ്പോൾ ജോഗ് വെള്ളച്ചാട്ടത്തിൽ വെള്ളം പോലും കാണത്തില്ല, കാരണം മഴയില്ലല്ലോ, പിന്നെ എങ്ങനെ വെള്ളം കാണാനാണ്. അതുകൊണ്ട് എനിക്ക് പോകാനും വലിയ താല്പര്യമൊന്നുമില്ല, നോക്കട്ടെ. അപ്പോൾ നമ്മൾ സാഗര ജമ്പകാരു എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. സാഗര എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 1-2 കൊല്ലമായെന്ന് തോന്നുന്നു ഈ റീഡെവലപ്മെൻറ്റ് വർക്ക് കിടക്കുന്നത്. ഇതിനായിട്ട് ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഷെൽട്ടറൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഒന്നും ആയിട്ടില്ല, കംപ്ലീറ്റ് ഇല്ല. ആ തലകുപ്പ സ്റ്റേഷനിലും ഇതുപോലെ തന്നെയാണ്. ക്ലൈമറ്റ് വീണ്ടും മാറി, വീണ്ടും വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മഴ പെയ്യത്തില്ലെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം. പിന്നെയും ക്ലൈമറ്റ് മാറി വീണ്ടും ഇരുണ്ടൊക്കെ വരുന്നുണ്ട്. നമ്മളങ്ങനെ തലകുപ്പാൻ തന്നെ ആ ഒരു ചെറിയൊരു ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം, ഗ്രാമം എന്നേ പറയാൻ പറ്റത്തില്ല, ടൗണൊന്നും അല്ല. അവിടെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ ഓരോ മലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഒരു 15 കിലോമീറ്റർ കൂടെ പോയാൽ നമ്മുടെ ജോഗ് വെള്ളച്ചാട്ടം എത്തുവേ. പക്ഷേ ട്രെയിൻ അവിടം വരെ പോകത്തില്ല. ട്രെയിൻ അതിൻ്റെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈ തലകുപ്പ എന്ന് പറയുന്നത്. ഒരു റോഡ് മുറിച്ചാണ് നമ്മൾ ഈ തലകുപ്പ സ്റ്റേഷനിലേക്ക് കയറുന്നത്. ഇത് സാഗറിന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈ തലകുപ്പ വഴി ജോഗ് ഫോൾസ് വഴി ഹൊനാവറൊക്കെ പോകുന്ന ഒരു റോഡാണ് ഈ കാണുന്നത്. ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ ഉള്ളൊരു റൂട്ടാണ്. എന്തെങ്കിലുമൊക്കെ കമ്പി പൊട്ടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഓച്ചിവാനുണ്ട് ഇവിടെ നന്നാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു ഐസൊലേറ്റഡ് റൂട്ടും കൂടെ അല്ലേ. ചുറ്റിലും ഇതേപോലെ കാടാണ് കേട്ടോ, ഭയങ്കര കാടാണ്. ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഷെൽട്ടറൊക്കെ പണിതിട്ടുണ്ട്, പക്ഷേ ഇരിക്കാൻ സീറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അതൊന്നുമില്ല. ഷെൽട്ടറൊക്കെ ഉണ്ട്. ഇപ്പോൾ തലകുപ്പയിലേക്ക് പുതിയൊരു വണ്ടിയും കൂടെ തുടങ്ങിയിട്ടുണ്ട്, ഒരു യശ്വന്ത്പൂർ തലകുപ്പ വീക്കിലി. അത് യശ്വന്ത്പൂറിന്ന് വെള്ളിയാഴ്ച എടുത്തിട്ട് ശനിയാഴ്ച ഇവിടെ തലകുപ്പ എത്തും. എന്നിട്ട് തലകുപ്പയിൽ ശനിയാഴ്ച എടുത്തിട്ട് ഞായറാഴ്ച രാവിലെ യശ്വന്ത്പൂർ എത്തും. അങ്ങനെയാണ് അതിൻ്റെ ടൈമിങ്. ഒരു വീക്കിലി വണ്ടിയാണ്. ഏലും വണ്ടിയുടെ റൈഡ് ഷെയറിങ് വെച്ച് വല്ലതും തുടങ്ങിയതായിരിക്കും. ഇവിടെ വെളുപ്പിന് 5:30 എത്തുന്ന ഒരു വണ്ടിയാണത്. അപ്പോൾ ഇതാണ് നമ്മുടെ തലകുപ്പ സ്റ്റേഷൻ. ഞാൻ ഫസ്റ്റ് ടൈം വന്നതിൻ്റെ ആ ഒരു വൈബ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല, ഇപ്പോൾ അതൊന്നും ഇല്ല. ഫസ്റ്റ് ടൈം വന്നപ്പോൾ അന്യായ വൈബായിരുന്നു. മഴയെന്ന് വെച്ചാൽ എന്തോ മഴയാണെന്ന് അറിയോ, കിടലും മഴയാണ്. ഇപ്പം മഴയില്ല, കുന്നുമില്ല, പക്ഷേ നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പാണ്. സ്റ്റേഷന് നന്നായി വരുന്നുണ്ട്, ഷെൽട്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഇരിക്കാനൊന്നും ഒരു സ്പേസോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തലകുപ്പ സ്റ്റേഷൻ. പുതിയ ബിൽഡിങ്ങൊക്കെ അവിടെ പണിയുന്നുണ്ട്, ഭയങ്കര സ്ലോയിലാണ് പണി. ഇത് കഴിഞ്ഞ ഒരു കൊല്ലം വന്നപ്പോഴും ഇതൊക്കെ പണിയുന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഇതിനായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രം. 7:30ക്കാണ് നമ്മളിവിടെ എത്തിയത് കേട്ടോ, കുറച്ച് ലേറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും ബിഫോർ ടൈമായി. ഈ റേക്ക് ഇനി 11 ഇവിടെ നിന്ന് ഷിമോഗയ്ക്ക് പോകും പാസഞ്ചറായിട്ടെ. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് 2:30 2:45 അങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ വൈകിട്ട് 5 മണി അടുപ്പിച്ച് ഇവിടെ എത്തും. ഞാനിവിടെ വന്നിറങ്ങിയതൊരു സൺഡേ ആയിട്ട് തന്നെ അത്യാവശ്യം ടൂറിസ്റ്റുകളും എല്ലാവരും ഉണ്ട്, ടാക്സിക്കാരും അവരൊക്കെ ഉണ്ട് ഈ ജോഗ് ഫോൾസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ, നല്ല ഭംഗിയുള്ള സ്റ്റേഷനാണ്. ഇതിലും ഭംഗിയായിരുന്നു ആദ്യം വന്നപ്പോൾ, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും.
കണ്ടപ്പോൾ അത്രയും ഭംഗിയില്ല. ഞാൻ ഇവിടെ ഒരു കടയിൽ കഴിക്കാൻ കയറിയാണേ. ഇവിടുത്തെ ഇഡ്ഡലിയുടെ ഷേപ്പ് നിങ്ങൾ കണ്ടോ, കൊള്ളാമല്ലേ? നല്ലൊരു വെറൈറ്റി ഷേപ്പ് ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, പിന്നെ ഒരു ചായ. ഞാൻ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇതേണ്ട ഒരു ബസ് വരുന്നുണ്ട്. നമുക്കെന്നാൽ വെറുതെ ഒന്ന് ജോഗ് ഫോൾസ് പോയി നോക്കാം. ആ ബസ് പോകുമെന്ന് അറിയത്തില്ല. ആ ബസ് മിക്കവാറും അങ്ങോട്ടേക്കായിരിക്കും. അങ്ങനെയാണ് അതിൽ കാണാം കേട്ടോ. ഇതൊരു പ്രൈവറ്റ് ബസ്സാണ്. അവരിവിടെ പ്രൈവറ്റും ഉണ്ട്, KSRTCയിലും ഉണ്ട്. നമുക്ക് കിട്ടിയ പ്രൈവറ്റ് ബസ്സാണ്. അപ്പോൾ ഇത് 15 കിലോമീറ്ററിൻ്റെ ഇവിടെ ഉണ്ട്, 1/2 മണിക്കൂർ നടക്കും. ഇത് മംഗലാപുരം പോകുന്ന വണ്ടിയാണ് കേട്ടോ. കൊള്ള മുരുടേശ്വർ വഴിയൊക്കെ മംഗലാപുരം പോകുന്ന വണ്ടിയാണ്. ഇത് ആക്ച്വലി ഇവിടുന്ന് ഹൊനാവറാണ് താഴെ ഇറങ്ങുന്ന സ്ഥലം. അപ്പോൾ അതിലെ ആ ഹൈവേ കൂടെ കയറി ഇത് നേരെ മംഗലാപുരം പോയ വണ്ടി. മംഗലാപുരം പോകുന്ന വണ്ടിയാണ്. മിക്കവാറും വൈകിട്ടാവും മംഗലാപുരം എത്താൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് 35 രൂപ പോയിൻ്റാണ് കേട്ടോ ജോഗ് വരെ. 35 രൂപയാണ് ഇവിടുന്ന് തലകുപ്പേന്ന് ജോഗ് വരെ ഒരാൾക്ക്. വഴി കൂടെ പോകുന്ന ബസ്സല്ല കേട്ടോ. ഇത് ഏതോ കറങ്ങി അടിച്ചുള്ള വഴി കൂടെ പോകുന്ന ബസ്സാണ്. ഏതോ ഒരു ചെറിയ ടൗണിൽ ഇപ്പോൾ എത്തി. ഇവിടെ നിന്ന് ഇനി കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഈ വഴി കൂടെ ഞാൻ ഒരു തവണ തിരിച്ചു പോയിട്ടുണ്ട്, കഴിഞ്ഞാണങ്ങാണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ഈ റൂട്ട്. നല്ല റൂട്ട് കേട്ടോ. മറ്റേ മെയിൻ റൂട്ടിനെക്കാളും കുറച്ചുകൂടെ ചെറിയ റൂട്ടാണ്. നമ്മളങ്ങനെ ബസ്സിൽ കയറി ഇവിടെ വന്നിറങ്ങി. ഇവിടെ ഇപ്പോഴും ആ ഒരു റീഡെവലപ്മെൻറ്റ് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഇട്ട് വെള്ളമൊന്നും കാണത്തില്ല. പക്ഷെ നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പും മഴക്കാറും ഒക്കെ ഉണ്ട്. കിടിലം തണുപ്പാണ് കേട്ടോ. നല്ല കിടിലൻ കാലാവസ്ഥ എന്ന് വെച്ചാൽ കിടിലൻ കാലാവസ്ഥ. ഇവിടെ എന്തൊക്കെയോ കാര്യമായിട്ട് എന്തോ പണിയുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് കഴിയുന്നില്ല. 20 രൂപയാണ് കേട്ടോ ഇവിടെ ഒരാൾക്ക് കയറാൻ വേണ്ടിയേ. നേരത്തെ പണ്ടൊക്കെ എൻട്രി ഫീസ് ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഇപ്പോഴും ഉണ്ട്, കഴിഞ്ഞ വർഷം പോലെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഉള്ള അതേ വെള്ളമാണെന്ന് തോന്നുന്നു ഇപ്പോഴും. പക്ഷെ അവിടെ ആ ഒരു കോടയാണ് എന്തോ സംഭവം ഇങ്ങനെ മുകളിലോട്ട് കയറി വരുന്നതാണ്. നല്ല രസമുണ്ടല്ലോ കാണാൻ വേണ്ടി. നല്ല ആളുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ടേ നല്ല ആൾക്കാരുണ്ട്. കൊള്ളാമല്ലേ? ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. താഴെ ഇതിൻ്റെ പോയിട്ട് താഴെ കാണിച്ചത്. താഴെയാണ് ഇതിൻ്റെ ഒന്നുകൂടെ വൈബ്. മീൻസ് ഇവിടെ ഈ വെള്ളം വീഴുന്ന ആ താഴത്തെ ആ ഒരു ഭാഗം. ഇത് നോക്കിയേ, എൻ്റെ താഴെ കണ്ടോ? താഴെ കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ പേടിയോ ഇതുകൊണ്ടോ? എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല. താഴെ കണ്ടോ? ഇതാണ് നമ്മുടെ ജോഗ് വെള്ളച്ചാട്ടം. അടിപൊളി, എന്താ ഭംഗിയെന്ന് നോക്കിയേ. നിന്ന നിപ്പിൽ ആ ഒരു കോട ഇങ്ങനെ കയറി വരുന്ന കണ്ടോ? ഇപ്പം വെള്ളം മര്യാദ കാണാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയേ. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 253 മീറ്ററാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വൺ ഓഫ് ദ ടോളസ്റ്റ് വാട്ടർഫോൾസ് എന്ന് വേണമെങ്കിൽ പറയാം. ശരാവതി നദിയാണ് ശരിക്കും പറയുന്നത് ഒഴുകി വരുന്നത് കേട്ടോ. ആ ഒരു ക്ലൈമറ്റ് പെട്ടെന്നായിട്ട് മാറുന്നു കേട്ടോ. നോക്ക്, ഇങ്ങനെ ആ കോട ഇങ്ങനെ കയറി ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഫുൾ ഒന്നും കാണത്തില്ല, അങ്ങനത്തെ അവസ്ഥ വരും. കണ്ടോ? ഇപ്പോൾ കണ്ടു, ഞാൻ പറഞ്ഞില്ല ഒന്നും കാണുന്നില്ല. ഇപ്പോൾ കണ്ടു, ഇനിയിപ്പോൾ ആ കോട മൊത്തം പോകണം ഇനി ഇവിടെ നിന്ന്. കണ്ടോ? സ്ഥിരം കാഴ്ചയാണ് ഇവിടുത്തെ. ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു, ഒന്നും കാണത്തില്ലായിരുന്നു. ഇനിയിപ്പോൾ ആ കോട ഫുള്ള് പാസ് ചെയ്ത് പോകണം. കണ്ടോ? എൻ്റെ ദൈവമേ, എന്താ അല്ലേ? ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ആ കോട കണ്ട് അങ്ങോട്ടേക്ക് കയറിപ്പോയി. കുറച്ച് കണ്ട് ഇങ്ങോട്ടേക്ക് കയറിപ്പോയി. എന്താ അല്ലേ? വൈബാണ് ഇവിടെ വയ്ക്കുമ്പോൾ കേട്ടോ. ഫോട്ടോ എടുത്തെടുത്ത് മതിയാകത്തില്ല, അതേപോലത്തെ ഒരു ഫ്രെയിമാണിത്. ഇതിൻ്റെ മുകളിലൊക്കെ ഓരോ ഹോം സ്റ്റേയും പിന്നെ ഏതാണ്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തോ റിസോർട്ടോ സംഭവങ്ങളൊന്നും വേണം കേട്ടോ. എനിക്കേ പിന്നെ ഈ ചാടി വരുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളത്തിന് ഓരോ സൈഡിന് ഓരോ പേരൊക്കെ ഉണ്ട്. രാജ, റാണി, റോക്കറ്റോ അങ്ങനത്തെ ഇവർ പറയുന്നത് കേൾക്കരുത്. അങ്ങനെ ഓരോന്നിൻ്റെ ഓരോ പേരിടുന്നതാണ് ശരിക്കും ഉള്ളത് കേട്ടോ. അതെന്തെങ്കിലും കൊള്ളാവേ. അങ്ങനെ എത്ര നേരം വേണേലും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്, ബോറടിക്കത്തില്ല. ഒരു പ്രത്യേക ഒരു വൈബാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾ ഫോൾസ് കാണാൻ വരുന്നുണ്ടെങ്കിലേ അവിടെ തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നാൽ ഇവിടെ നമുക്ക് ഒരു ടോയ്ലറ്റും പിന്നെ ഒരു ഫ്രഷപ്പ് ആവാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നല്ല നീറ്റ് ബാത്റൂമാണ്. ഞാൻ നല്ല അടിപൊളിയായിട്ട് കുളിച്ച് 30 രൂപയേ ഉള്ളൂ. കുളിച്ച് ഫ്രഷായി. അപ്പോൾ ഇനി അതിന് തിരിച്ച് തലകുപ്പയിൽ പോയിട്ട് നമ്മുടെ ഈ വീഡിയോ എൻഡ് ചെയ്യാവേ. ബാംഗ്ലൂർക്ക് പോകുന്നൊരു KSRTC ബസ് നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ തലകുപ്പയ്ക്ക് പോകണം. ഇവിടെ നിന്ന് 33 രൂപ ഉള്ളൂ കേട്ടോ. പ്രൈവറ്റ് ബസ്സിന് 35 പക്ഷേ ഇതിന് 33 ഉള്ളൂ, 2 രൂപ കുറവാണ്. ഞാനിതിൻ്റെ ബാക്കിലായിരിക്കുന്നത്. ഭയങ്കര കുടുക്കമാണ്. ഭയങ്കര കുടുക്കമെന്ന് വെച്ചാൽ ഭയങ്കര കുടുക്കമാണ്. ഫ്രണ്ടിൽ അത്ര കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ബാക്കിലാണ് സീറ്റ് ഉണ്ടായിരുന്നത്. പ്രൈവറ്റ് ബസ്സിൽ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇതിൽ ഭയങ്കര കുടുക്കം, ഇരിക്കാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മൾ വന്ന ബസ്. എൻ്റെ ദൈവമേ, ഇത് ഒരു തൊരിഞ്ഞ ഓടിയിലായിരുന്നു ഇവൻ ഓടിച്ച്. എൻ്റെ ദൈവം മതിയായി. നടുവും ബാക്കും എല്ലാം പൊളിഞ്ഞു. മറ്റേ നോർത്ത് വെസ്റ്റ് കർണാടക RTC ആയിരുന്നത് കേട്ടോ. നമ്മളങ്ങനെ ബാക്ക് ടു തലകുപ്പ. ഇവിടെ ഒരാളും അനക്കം ഒന്നുമില്ല. ഇനിയിപ്പോൾ പഴനിരയുടെ ആ ഒരു പാസഞ്ചർ മാത്രമേ ഉള്ളൂ.
പിന്നെ ഉച്ചയ്ക്ക് ഒരു മൈസൂർ ഇൻ്റർസിറ്റി ഉണ്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ മൈസൂരിൽ നിന്നും തലകുപ്പ് വരെ വന്ന ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അടുത്ത കാണാൻ പോകുന്നത് രണ്ടീ കിടക്കുന്ന നമ്മൾ വന്ന ഈ ട്രൈ കളർ പീസം വെച്ചുള്ള ഈ ഒരു പാസഞ്ചറിൽ നമ്മൾ നേരെ കയറി ഷിമോഗയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നൊരു ചെറിയ വീഡിയോ ആണ്. ഒരു പക്ക റൂറൽ റൂട്ടാണ് ഇവിടുന്ന് തലകുപ്പ ടു ഷിമോഗ. പക്ക നാടൻ കാഴ്ചകൾ, റൂറൽ കാഴ്ചകൾ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കാണാൻ പോകുന്നത്. തലകുപ്പ ഷിമോഗ പാസഞ്ചറിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. ചെറിയ ഡ്രിസ്ലിങ് ചെറുതായിട്ട് ഇപ്പോൾ മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം തലകുപ്പ ടു ഷിമോഗ ടു തലകുപ്പ ആ ഒരു യാത്ര, ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പക്ക നാടൻ ട്രെയിൻ യാത്രയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അടുത്ത ദിവസം കാണാം. ബൈ.